കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പ്രകടനം മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ എന്തായാലും നിരാശ ഉണ്ടാക്കുന്നത് തന്നെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റം ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടാക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ടീം പോയിന്റ് ടേബിളിൽ 8ാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇതിൽ കൂടുതൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ട ഒരു ടീമായിരുന്നു. മികച്ച മുന്നേറ്റ നിരയുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റില്ല. സില്ലി മിസ്റ്റേക്കുകളും മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് ടേബിൾ 8ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇപ്പോൾ പ്ലേ ഓഫിലേക്ക് ഇനിയും യോഗ്യത നേടാനുള്ള സാധ്യത അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെയാണെങ്കിലും കുറെ നിരാശ നമുക്കുണ്ടായിരുന്നു. അതായത് ജയിക്കേണ്ട മത്സരങ്ങൾ പരാജയപ്പെട്ടു, സമനിലയാകേണ്ട മത്സരങ്ങൾ തോൽവിയിലേക്ക് പോയി, അപ്പം ഹോം മത്സരങ്ങൾ ഒരുപാട് പരാജയപ്പെട്ടു. അങ്ങനെ ഒരുപാട് നെഗറ്റീവായുള്ള റിസൾട്ടുകൾ സംഭവിച്ചിരുന്നു. പിന്നെ പല താരങ്ങളുടെ ഭാഗത്തു നിന്നും നല്ല പെർഫോമൻസ് ഉണ്ടായില്ല. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഔട്ട്പുട്ട് അവർക്ക് നൽകാൻ സാധിച്ചില്ല. പക്ഷെ ഇതിനിടയിൽ ഈ ഒരു സീസണിൽ നമുക്കൊരു പ്രതീക്ഷ നൽകിയ താരം, അല്ലെങ്കിൽ ഭാവിയിലേക്ക് നമുക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു താരം കോറു സിംഗ് ആണ്. കോറു സിംഗ് എന്തായാലും ഈ ഒരു സീസണിലെ ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കണ്ടെത്തലാണ്. ഒരു റെവലേഷൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ കോറു സിംഗ് ആണ്. ഓരോ മത്സരം കഴിയും തോറും അദ്ദേഹത്തിന്റെ പ്രകടനം, 18കാരനായ കൗമാര താരത്തിന്റെ പ്രകടനം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ISL ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 12 മത്സരങ്ങൾ കളിച്ച് ഈ 12 മത്സരങ്ങളിൽ നിന്ന് 4 അസിസ്റ്റുകളും 1 ഗോളുമാണ് കോറു സിംഗിന്റെ സംഭാവന. എന്തായാലും റൈറ്റ് വിങ്ങിൽ കോറു സിംഗ് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സിന് വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആദ്യമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, റൈറ്റ് വിങ് ഏതാണ്ട് ചത്ത അവസ്ഥയിലായിരുന്നു. എല്ലാ അറ്റാക്കുകളും ലെഫ്റ്റ് വിങ്ങിനെ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. KP രാഹുലൊക്കെ ടീമിലുള്ള സിറ്റുവേഷൻ ഈ സീസണിന്റെ തുടക്കത്തിലൊക്കെ നമ്മളത് കണ്ടിരുന്നു. പക്ഷെ കോറു സിംഗ് വന്നതിന് ശേഷം ആ ഒരു ചേഞ്ച് വളരെ എവിഡന്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് വിങ് കൂടെ നല്ല അറ്റാക്കുകൾ വരുന്നു, വളരെ വേഗതയേറിയ നീക്കങ്ങൾ വരുന്നു, ആവശ്യ സന്ദർഭങ്ങളിൽ ക്രോസുകൾ വരുന്നു, പിന്നെ അതുകൂടാതെ നല്ല കീ പാസസുകൾ വരുന്നു. അപ്പൊ അതൊരു മാറ്റം തന്നെയാണ്. കോറു സിംഗ് എന്ന് പറയുന്ന 18കാരന്റെ ആ ഒരു എനർജി, അദ്ദേഹത്തിന്റെ ആ ഒരു പാസിംഗ് അക്യൂറസി, ഇതെല്ലാം ഒരു മുതൽക്കൂട്ട് തന്നെയാണ്. ഇപ്പൊ അവസാന മത്സരത്തിൽ അദ്ദേഹം, അതായത് ഏറ്റവും ഒടുവിൽ നടന്ന മത്സരത്തിൽ കോറു സിംഗിന് സ്കോർ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അതും ഒരു പോസിറ്റീവായുള്ള കാര്യമാണ്. ചെന്നൈയിനെതിരെ 4 അസിസ്റ്റ് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ചെന്നൈയിനെതിരെ അത് ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം ഗോൾ സ്കോറിംഗ് കൂടെ കോറു സിംഗ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അത് നമുക്ക് വളരെ പ്രോമിസിംഗ് ആയുള്ളൊരു കാര്യം തന്നെയാണ്. അദ്ദേഹം നവംബർ അവസാനം ആ ഒരു മത്സരത്തിൽ, അതായത് ഹൈദരാബാദിനെതിരെയുള്ള മത്സരത്തിൽ സ്റ്റാർട്ടിംഗ് ലെവലിൽ ഇടം പിടിച്ചപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടി. 17 വയസ്സുള്ള കോറു സിംഗ്, അന്ന് 17 വയസ്സുള്ളൂ, 17 വയസ്സുള്ള താരം സ്റ്റാർട്ടിങ്ങിൽ ഇടം പിടിക്കുന്നത് എന്തിനാണ്, എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളത്. കോറു സിംഗിനെ കുറിച്ച് അറിയാം. AFC അണ്ടർ-17 ഏഷ്യൻ കപ്പിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് അണ്ടർ-17 തലത്തിൽ ഇന്ത്യയെ നയിച്ച താരമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഒരു നിർണായക മത്സരത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഇടം പിടിക്കുമ്പോൾ എത്രത്തോളം റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതൊരു സംശയമായിരുന്നു. സ്റ്റാറെ പോയെങ്കിലും സ്റ്റാറയുടെ ആ ഒരു തീരുമാനം വളരെ മികച്ച തീരുമാനം തന്നെയായിരുന്നു. കോറു 13 മിനിറ്റിനുള്ളിൽ തന്നെ റിസൾട്ട് ഉണ്ടാക്കി കൊടുത്തൊരു തകർപ്പൻ അസിസ്റ്റ്. ആ മത്സരം നമ്മൾ പരാജയപ്പെട്ടു 2-1 ഹൈദരാബാദിനോട്. പക്ഷേ എന്നാലും ഹിംനസ് നേടിയ ആ ഒരു ഗോള് കോറുവിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു. മനോഹരമായുള്ള ഒരു തകർപ്പൻ നീക്കമായിരുന്നു, തകർപ്പൻ ഒരു മുന്നേറ്റം. അതിനൊടുവിൽ പരാഗിനെ വെട്ടിയൊടിഞ്ഞ് നൽകിയ ആ ഒരു പാസ്, അത് നമുക്ക് മറക്കാൻ പറ്റില്ല. വരവറിയിച്ച ഒരു നീക്കം തന്നെയായിരുന്നു കോറു സിംഗിനെ സംബന്ധിച്ച്. അതിനുശേഷം കോറുവിന്റെ അസിസ്റ്റുകൾ ഉണ്ടായി. അവസാന മത്സരത്തിൽ അദ്ദേഹം സ്കോർ ചെയ്തു. ശരിക്കും ഒരു ടീം മാനാണ് കോറു സിംഗ്. കാരണം ഓരോ മത്സരത്തിൽ നമുക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ 9 ചാൻസസ് അദ്ദേഹം ഈ ഒരു കാലയളവിൽ, അതായത് 12 മത്സരങ്ങളിൽ ISL നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാസിംഗ് അക്യുറൻസി ആണെങ്കിൽ 75% കൂടുതലുണ്ട്. അപ്പം പടിപടിയായിട്ട് ഇംപ്രൂവ് ചെയ്യപ്പെടുന്ന ഒരു പ്ലെയർ തന്നെയാണ് കോറു സിംഗ്. ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന ഒരു മത്സരത്തിലാണെങ്കിലും, അതുകൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ മുമ്പത്തെ മത്സരങ്ങളെല്ലാം ഒരുവിധം കൺസിസ്റ്റൻസിയോടെ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് കോറു സിംഗ്. കാരണം കോറു സിംഗിന് ഇനി ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. പക്ഷെ ഇപ്പോൾ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ റൈറ്റ് വിങ്ങിൽ ബ്ലാസ്റ്റേഴ്സ് നല്ലൊരു ഓപ്ഷൻ ആയിട്ട് കോറു സിംഗ് മാറി എന്നുള്ളതായി. അവിടെ ഒരു തലവേദന അങ്ങ് അവസാനിച്ചിരിക്കുക. കോറു ഉണ്ടെങ്കിൽ മിനിമം ഗ്യാരണ്ടിയാണ്, മുന്നേറ്റങ്ങൾ ഉണ്ടാവും, ബോൾ സപ്ലൈ ഉണ്ടാവും, ബോക്സിനുള്ളിലേക്ക് ഇടയ്ക്കിടയ്ക്ക് നീക്കങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അതൊരു പോസിറ്റീവായുള്ള കാര്യം തന്നെയാണ്. പിന്നെ അത്യാവശ്യ സന്ദർഭങ്ങളിൽ ഡിഫൻസിനെയും സഹായിക്കുന്ന, പിന്നോട്ട് വന്ന് ബോൾ കറക്റ്റായിട്ട് കളക്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ള ഒരു പ്ലെയറാണ്. ആ ഒരു ഏജിനെ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു പെർഫോമൻസ് തന്നെയാണ് കോറു സിംഗിന്റെ ഭാഗത്ത് നിന്ന്. നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ 10 പേരുമായി കളിക്കുമ്പോൾ കോറു അവസാന ഘട്ടത്തിലൊക്കെ റൈറ്റ് ബാക്കിന്റെ റോൾ ആണ്
വഹിച്ചത്. വളരെ മനോഹരമായി തന്നെ ഒരു ഡിഫൻഡറുടെ റോൾ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം കളിച്ചു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ വളരെ ഔട്ട്സ്റ്റാൻഡിങ് ആയ ഈ സീസണിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ, പെട്ടെന്ന് തന്നെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് കോറു സിംഗിൻ്റെ ഒരു ആവിർഭാവം തന്നെയാണ്. എന്തായാലും കോറുവിനെ ബ്ലാസ്റ്റേഴ്സ് 4 വർഷത്തെ കരാർ കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. അതായത് കോറു 4 വർഷത്തേക്ക് കൂടി ബ്ലാസ്റ്റേഴ്സുമായിട്ട് കരാറിൽ ഒപ്പിട്ടിരിക്കുകയാണ്. അതൊരു പോസിറ്റീവായുള്ള കാര്യമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് കോറുവിനെ കൈവിട്ട് കളയരുത് എന്ന് മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാനുള്ളത്. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ ഭാവിയിലുള്ള മുന്നേറ്റങ്ങൾക്ക് നിർണായക പങ്ക് വഹിക്കേണ്ട പ്ലെയറാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രോമിസിംഗ് ആയുള്ള ഒരു പ്ലെയറൊക്കെ ആയിട്ടാണ് കോറു സിംഗ് അറിയപ്പെടുന്നത്. ഓൾറെഡി അദ്ദേഹം അണ്ടർ 17 തലത്തിൽ മികച്ച പെർഫോമൻസ് ഒക്കെ കാഴ്ചവെച്ചിട്ടുണ്ട്. ജപ്പാനെതിരെ സ്കോർ ചെയ്തിരുന്നു. അതുകൂടാതെ സ്പെയിനിൽ നടത്തിയ അണ്ടർ 17 ടീമിന്റെ പര്യടനത്തിനിടെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ അണ്ടർ 16 ടീമിനെതിരെ അദ്ദേഹം ഒരു ഗോളും 2 അസിസ്റ്റുകളൊക്കെ നേടിയിരുന്നു. അതുകൂടാതെ മറ്റൊരു മത്സരത്തിൽ ഗെറ്റാഫയുടെ അണ്ടർ 18 ടീമിനെതിരെ ഇന്ത്യൻ അണ്ടർ 17 ടീം പരാജയപ്പെട്ടെങ്കിലും കോറുവിൻ്റെ ഒരു ഗോൾ ഉണ്ടായിരുന്നു. ഏക ഗോൾ കോറുവിൻ്റെ ബൂട്ടിൽ നിന്നായിരുന്നു. അപ്പം ഇങ്ങനെ ഒരുപാട് പോസിറ്റീവുള്ള, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിലമതിക്കുന്ന ഒരു യങ് പ്ലെയറാണ് കോറു സിംഗ്. ഒരുപക്ഷെ ഭാവിയിൽ ഇന്ത്യയുടെ നായകനൊക്കെ ആകേണ്ട ഒരു വലിയ താരമാണ്. അപ്പം ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ വലിയ വില കിട്ടിയാൽ വിൽക്കുമോ എന്നുള്ളൊരു ഭയം ഇപ്പോഴും നമുക്കുണ്ട്. കാരണം മുൻ അനുഭവങ്ങളൊക്കെ വെച്ച് പറയാണ്. അപ്പം അത് ഉണ്ടാകാതിരിക്കട്ടെ, കോറു നമുക്കൊപ്പം ദീർഘകാലം മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങൾക്ക് എന്താണെന്ന് തോന്നുന്നു, കോറു സിംഗ് എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഏറ്റവും വലിയൊരു കോൺഫിഡൻസും ശക്തിയും ഒക്കെ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക.